ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ റിവ്യൂയിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, പ്രകാശ് എന്ന് പറഞ്ഞ ആളും അയാളുടെ മകനുമാണ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ എല്ലാം തന്നെ നോക്കണത്. അതുകൊണ്ട് മാത്രമല്ല, പ്രകാശ് എന്ന് പറഞ്ഞാൽ അച്ഛന്, എൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെ അതേ ചായ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അച്ഛനെ പോലെയാണ് കാണുന്നത്. അദ്ദേഹത്തിനെ വേദനിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, എങ്കിൽ ഞങ്ങൾ ഒരു കാര്യം പറയാം, അയാളുള്ള കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഞങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുവാണ്. അതിനുശേഷം കിരൺ പറയുന്നുണ്ട്, അതുകൊണ്ട് ഈ കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങൾക്ക് വേണ്ടെന്നാണെങ്കിൽ വേണ്ട, പിന്നെ ഇതുവരെയുള്ള പൈസ അത് ഞാൻ എഴുതി തള്ളിക്കോളാം, അത് പൈസ വേണമെന്നില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട, അത് ആ ഉദാഹരണമൊന്നും വേണ്ട കാർത്തികേ, എത്രയാ പൈസ എന്നുള്ളത് കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി ബാലൻസ് തുക ഞാൻ കാർത്തികയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടോളാം എന്ന് കിരൺ പറയാണ്. അതിനുശേഷം നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, എന്നാലും കാർത്തികനെ പോലത്തെ ചേച്ചിനെ പോലത്തെ ഇങ്ങനത്തെ ഒരാൾക്ക് ഈ ഒരു അബദ്ധം പറ്റിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുമ്പോൾ അബദ്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല എന്ന് കാർത്തിക പറയുവാണ്. എങ്കിലും ശരി, ഞങ്ങൾ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ കിരണും കൂടി അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. അവിടെ നിന്ന് അവർ പോയി കഴിയുമ്പോഴേക്കും കാർത്തികക്ക് വിഷമമൊന്നുണ്ട്. കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ്, നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കാർത്തിക ഇങ്ങനെ കാണിക്കുവാട്ടോ. അതിനുശേഷം നമ്മുടെ കിരണും കല്യാണിയും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ദീപ വരുന്നുണ്ട്. എന്താ മക്കളെ ഒരു വിഷമം പോലെ എന്ന് പറയുമ്പോൾ, ഇന്ന് സംഭവിക്കാൻ പാടാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചു അമ്മേ എന്ന് പറയാണ്. എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ, അമ്മയുടെ ഭർത്താവിനും അതുപോലെ തന്നെ മോനും ഒരുപാട് പണം കിട്ടിയല്ലോ, അതെവിടെ നിന്നാന്ന് നമ്മൾ ഒരുപാട് കാര്യമായിട്ട് കുറച്ച് ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനുള്ള ഉത്തരം കിട്ടിയ അമ്മേ, എവിടെ നിന്നാണ് അവർക്ക് പണം കിട്ടിയെന്ന്. അത് വേറെ എവിടെ നിന്നല്ല, കാർത്തിക ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്. കാർത്തികയുടെ കയ്യിൽ നിന്നോ? അതെങ്ങനെയാന്ന് പറയുമ്പോൾ, ഇപ്പോൾ കാർത്തിക ചേച്ചിയുടെ ഡ്രൈവറാണ് പ്രകാശ് എന്ന് പറഞ്ഞ അച്ഛൻ. മാത്രമല്ല, അയാളുടെ മോനുണ്ടല്ലോ വിക്രമാദിത്യൻ, ജയിലിൽ കിടന്ന ജയിൽ പുള്ളി, അവന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത് പോലും മുത്തശ്ശിക്കുണ്ട് അവിടുത്തെ ബിസിനസ് കാര്യങ്ങളിൽ വലിയൊരു പങ്ക്. അതുകൊണ്ട് ഞങ്ങളുടെ ഔദാര്യമൊന്നും അവർക്ക് വേണ്ടെന്ന് അവർ പറയണത് പറയാണ്. അയ്യോ, ആ പെൺകുട്ടിക്ക് ഇത് ആ അബദ്ധം എങ്ങനെ പറ്റി? ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്, ആ പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അബദ്ധം എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ദീപ ചോദിക്കുമ്പോൾ, അതുതന്നെയാണ് ഞങ്ങൾക്കും ഒന്നും മനസ്സിലാവാത്തത്. എന്തായാലും ആ ജോലി ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു, അയാളുടെ കീഴ്നോട്ടത്തിലുള്ള ജോലിയൊന്നും നമുക്ക് വേണ്ടല്ലോ എന്ന് കിരൺ പറയുവാണ്. അതെന്തായാലും നന്നായി മക്കളെ, എന്തായാലും ആ നല്ലൊരു പെൺകുട്ടിയാണല്ലോ, ഇവിടെ വന്നപ്പോൾ എനിക്കത് മനസ്സിലായതാണ്, ആ പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ ദീപ പറയുന്നുണ്ട്. അതെ അമ്മേ എന്നതിന് കല്യാണി പറയാണ്. പറയുന്നിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, കല്യാണി മോൾക്കൊരു രജിസ്റ്റേർഡ് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. രജിസ്റ്റേർഡ് പോസ്റ്റോ അതെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപ ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് എടുത്ത് കല്യാണിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ഇത് എന്താ കിരണേട്ടാന്ന് ചോദിക്കുമ്പോൾ കിരൺ നോക്കുന്നുണ്ട്. അതിനുശേഷം കിരൺ സന്തോഷത്തോടു കൂടി തന്നെ ആ കീറുവാണ്. കിരൺ ഇങ്ങനെ വായിക്കുന്നുണ്ട്. വായിച്ചിട്ട് കല്യാണത്തിൽ പറഞ്ഞിട്ട്, കല്യാണി ഇതൊരു ഗുഡ് ന്യൂസ് ആണ്, നല്ലൊരു ശുഭവാർത്തയാണെന്ന് പറയുമ്പോൾ, എന്താ കിരണേട്ടാ എനിക്കൊന്നും മനസ്സിലായില്ല. അതെ, ഇന്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിന് നിന്നെ ആദരിക്കുന്ന ചടങ്ങാണ്. എന്നെയോ? അതേന്നേ, ഞാൻ ഇന്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിൻ്റെ കാര്യം നടക്കണമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ പടവും നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ട് അവർക്കൊരു ലേഖനം പോലെ അയച്ചിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ റിപ്ലൈ തന്നിരിക്കുക, നിന്നെ അവർ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്, ഇവിടെയല്ല ഡൽഹി വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം തന്നെ അവർ അയച്ചിട്ടുണ്ട്. കിരണേട്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ കല്യാണി നിൽക്കുമ്പോൾ കിരൺ കല്യാണിനെ ചേർത്ത് പിടിക്കുകയാണ്. നമ്മളെ തോറ്റിട്ടില്ല കല്യാണി, നമ്മൾ മുന്നോട്ട് പോകണം, ഇത് കണ്ടില്ലേ, ഇതിനേക്കാളും വലിയ സന്തോഷം നമുക്കിനി വേറെ എന്തുണ്ട്, നീ ഇനി ഉയരങ്ങളിലെത്തും കല്യാണി എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് കല്യാണിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാട്ടോ കിരൺ. കല്യാണിക്ക് ഭയങ്കര സന്തോഷമാണ്. നീ എത്രയും പെട്ടെന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുക. അതിനുശേഷം നമ്മുടെ കല്യാണി അമ്മേ എന്ന് പറഞ്ഞിട്ട് ദീപനെ കെട്ടിപ്പിടിക്കുകയാണ്. ദീപ പറയുന്നുണ്ട്, എൻ്റെ മോൾ ഒരിക്കലും തോൽക്കില്ല, എൻ്റെ മോൾ ഉയരങ്ങളിലെത്തും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപ കല്യാണി ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. അതിനുശേഷം കാണിക്കുന്നത് മനോഹറിനെയാണ്. മനോഹർ പെർഫ്യൂമൊക്കെ അടിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പെർഫ്യൂം അടിക്കുക. ആ സമയത്ത് സരയു വരുന്നുണ്ട്. ആഹാ, മനുവേട്ടൻ ഇന്ന് ചെത്തിലാണല്ലോ പോകുന്നത്, നല്ല മണവാളൻ്റെ ലുക്കിലാണല്ലോ, ഇന്നെന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, അതെ ഇന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്, ഒരു ക്ലൈമാക്സ് മീറ്റിംഗ്. ക്ലൈമാക്സ് മീറ്റിങ്ങോ? അതേ മോള്, ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതിനു വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറയാണ്. പിന്നെ ഇന്ന് പോകുമ്പോൾ ഞാൻ മോളുടെ അച്ഛനെയും കൂടി കൊണ്ടുപോകും കേട്ടോ എന്ന് പറയാണ്. അച്ഛനെയോ എന്ന് പറയുമ്പോൾ, അതെ മോളുടെ അച്ഛനെ തരാം. എന്തിനാ മനുവേട്ട അച്ഛനെ കൊണ്ടുപോകുന്നത്? അത് ആവശ്യമുണ്ട് മോളെ, ഇന്ന് മീറ്റിങ്ങിന് പോകുമ്പോഴേ വീട്ടിൽ നിന്ന് ഒരാൾ കൂടെ ഉണ്ടാവേണ്ടത് വളരെ നല്ലതാണ്.
പിന്നെ മോളുടെ അമ്മേനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അമ്മക്കിപ്പോൾ തലയിൽ കുറച്ച് സാരമായ എന്തോ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് മനുവേട്ട പറ ശരിയാ, അത് എനിക്കും തോന്നുന്നുണ്ട് മനുവേട്ട എന്ന് സരിക പറയാണ്. എങ്കിലും മനുവേട്ടനെ എന്നെ കൊണ്ടുപോയിക്കൂടായിരുന്നോ? അയ്യോ മോള്, അങ്ങനെ മോളിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മീറ്റിംഗ് അല്ല, അല്ലെങ്കിൽ ഞാൻ മോളിനെ കൊണ്ടുപോവില്ലേ? രാവിലെ മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം മീറ്റിംഗ് തീരുള്ളൂ, അതുവരെ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മോളിന് ഞാൻ കൊണ്ടുപോകാത്തത്. മോളിപ്പോൾ തന്നിട്ട് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് ചെയ്യേണ്ട സമയമല്ലേ മോളു എന്ന് പറയാം. എന്നാലും അച്ഛനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നവുമില്ല, വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കല്ലേ, പുറത്തൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, നാലാൾക്കാരെ കാണട്ടെ, അതൊക്കെ ഒരു സന്തോഷമല്ലേ മോളും എന്ന് പറയാണ്. അത് മനുവേട്ട പറ ശരിയാണ്. പിന്നീട് കാണിക്കണ മേഘ്നയാണ്, സോറി നിഷേനെയാണ്. നിഷ കല്യാണ പെണ്ണിനെ ഡ്രസ്സൊക്കെ ഉടുത്തൊരുങ്ങി സുന്ദരിയായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം നിഷ മാറി കേട്ടോ. നിഷ ഇപ്പൊ വേറൊരു പെണ്ണാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. അപ്പോൾ നിഷയിൽ ഒരിക്കണ സമയത്ത് നിഷയുടെ അമ്മ പറയുന്നുണ്ട്, ദേ നിങ്ങളുടെ മൂത്ത മോളിനെങ്ങാനും നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടോ? അവളൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ അവളുടെ ഓഡിറ്റോറിയം വിവാഹം നടക്കുന്ന സമയവും ദിവസവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുവാണ്. അത് കൊള്ളാം, അവളെൻ്റെ മൂത്ത മോളല്ലേ, എന്തൊക്കെ പറഞ്ഞല്ലോ, അവൾക്ക് അനിയത്തിൻ്റെ കല്യാണം കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? എന്നാലും അവളെങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അവളെ ചൂലെടുത്ത് തന്നെ ഓടിക്കും എന്ന് പറയാണ് നിഷയുടെ അമ്മ. ആ സമയത്ത് നിഷ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമൊന്നുമല്ല അവൾ എൻ്റെ കല്യാണത്തിനാണ് വരുന്നത്. വരട്ടെ മോളെ, മോളുടെ ചേച്ചിയല്ലേ, അവൾക്ക് കല്യാണം കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ മോളെ, അതുകൊണ്ട് അവളും കൂടി കല്യാണത്തിന് വരട്ടെ എന്ന് പറയുകയാണ്. എന്നാലും എനിക്കിഷ്ടമല്ല ചാ അവൾ വരേണ്ട കല്യാണത്തിന് ഈ കല്യാണത്തിന് വേണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുവാണ്. അവൾ വരണ്ട. അതൊക്കെ മനുവേട്ടൻ റോയേട്ടൻ അറിഞ്ഞാലും റോണിയേട്ടൻ്റെ വീട്ടുകാരറിഞ്ഞാലും ബന്ധുക്കൾ അറിഞ്ഞാലും നാണക്കേടാണ് എന്ന് പറയാട്ടോ നിഷ. എന്തായാലും അവൾ എൻ്റെ മൂത്ത മോള് തന്നെയാണ്, അതൊരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് നിഷയുടെ അച്ഛൻ പറയുവാണ്. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും നമ്മുടെ മനോഹറിനെ തന്നെയാണ്. മനോഹർ ഭയങ്കര സുന്ദരനായിട്ട് ഗെറ്റപ്പിൽ തന്നെ കാറിലേക്ക് കയറുവാണ്. അങ്ങനെ വിവാഹ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് കാറിൽ നിന്ന് ഭയങ്കര സുന്ദരനായിട്ട് തന്നെ മനോഹർ ഇറങ്ങുവാണ്. കൂടെ നമ്മുടെ രാഹുലും ഉണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്ന പകുതിയിൽ കൂടുതൽ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നത്. അപ്പം നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. Bye bye. Take care. Have a good day.